താഴോട്ടും മേലോട്ടും എണ്ണിയാൽ എത്രയാണ് എണ്ണാണ്ടാകുക? വളരെ കുറച്ച്. 114 സൂറത്തുകളുണ്ട്, 6236ഓളം ആയത്തുകളുണ്ട്. ഇതിൽ എത്രയാണ് നമ്മളുടെ മനസ്സിൽ പാത്തുവെക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഈ പഠിച്ചത് ഒരു റക്അത്തിൽ തന്നെ ഒരു സൂറത്ത് മാത്രമേ ഓതിക്കൂടൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 1, 2, 3 സൂറത്തുകൾ ദീർഘമായി ഓതി നീട്ടി നമസ്കരിക്കാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന സൂറത്തുകൾ ഹദീസുകളിൽ കാണാം. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഒരു റക്അത്തിൽ അദ്ദഹർ സൂറത്ത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ എന്നുള്ളൊരു സൂറത്ത്, മറ്റൊരു റക്അത്തിൽ ഓതിയിരുന്നത് അലിഫ് ലാം മീം സജ്ദ, അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇതായിരുന്നു റസൂലുള്ളാഹിയുടെ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്ന സൂറത്തുകൾ. 2-2.5 പേജുണ്ട് ഒരു റക്അത്തിൽ ഓതാൻ, മറ്റൊരു റക്അത്തിൽ 2 പേജുണ്ട്. ഇത് ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുക. ദുനിയാവിൽ നമ്മൾക്കുള്ള ജോലി തിരക്കുണ്ടെങ്കിലും അതിനിടയിൽ പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും നമ്മൾ അതിന് ശ്രമിക്കുക. ഇങ്ങനെ ദീർഘമായി ഇനിയിപ്പോ അത് കിട്ടൂല നമ്മൾക്ക്. പക്ഷേ നമ്മളിപ്പോ ഞങ്ങളെ മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിൽ, ഞങ്ങളെ എന്ന് പറയാൻ കാരണം കുറച്ചാൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ, ഞങ്ങളെ മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിൽ ഒരു ശീലമുള്ളത്, മദ്രസയിൽ പോയാൽ മദ്രസയിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പായി യാസീൻ സൂറത്ത് നിർബന്ധമായും പഠിപ്പിക്കും. കാണാപ്പാഠം പഠിപ്പിച്ചിട്ടാ വിടുക. അതുപോലെ പല മദ്രസകളിലും തബാറക്ക, പിന്നെ അമ്മ, പലയിടങ്ങളിലും അർറഹ്മാനും കൂടി കാണാതെ പഠിപ്പിക്കും. കുട്ടികൾ മദ്രസ പഠനം പൂർത്തിയായി പോരുമ്പോഴേക്കും ഇത്രയും സൂറത്തുകൾ, പിന്നെ സബ്ബിഹിസ്മക്ക് താഴെയുള്ള എല്ലാ സൂറത്തുകളും ഇത്രയും മനഃപ്പാഠമാക്കിയിട്ടാണ് നമ്മളുടെ അമ്മയും ബാപ്പയും മദ്രസയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അതിൽ പലതൊന്നും നമ്മൾ മറന്ന്. ഇന്നും നമ്മളുടെ അമ്മ അല്ലെങ്കിൽ വല്യമ്മ യാസീന് അല്ലെങ്കിൽ തബാറക്ക, അർറഹ്മാനൊക്കെ വളരെ ഭംഗിയായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. 60 വയസ്സും 65 വയസ്സായിട്ടും വല്യമ്മയും ഇമ്മയൊക്കെ ചൊല്ലുന്നുണ്ട്. നമ്മള് പഠിച്ചിരുന്നു യാസീൻ. ഇപ്പൊ അത് ചൊല്ലി നോക്കിയാൽ കുറച്ചൊക്കെ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയി. അതുപോലെ അർറഹ്മാൻ തീരെ കിട്ടൂല. യാസീൻ പിന്നെ പല സന്ദർഭങ്ങളിലും ആവർത്തിക്കേണ്ട സാഹചര്യം വരുന്നതുകൊണ്ട് യാസീൻ പിന്നെ എപ്പോഴും നിലക്കുന്നുണ്ട് കുറെയൊക്കെ. അർറഹ്മാൻ കിട്ടാതിരിക്കണ, അമ്മ തീരെ കിട്ടൂല. ഇതൊക്കെ പഠിച്ചിരുന്നു നമ്മളെ കുട്ടിക്കാലത്ത്. ഇത് ഞാൻ പറയുന്നത് ഈ സൂറത്തുകളൊക്കെ നമസ്കാരത്തിൽ ഓതാവുന്നതാണ്. ഇതിങ്ങനെ പറയാൻ കാരണം, ഒരിക്കലും ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നിസ്കാരത്തിൽ ഓതുന്ന സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ സംശയം ചോദിക്കുകയാണ്, യാസീന് നിസ്കാരത്തിൽ ഓതാൻ പറ്റൂലേന്ന്. യാസീൻ നിസ്കാരത്തിൽ ഓതാൻ പറ്റൂലേന്ന്. അപ്പോ ആ ധാരണയിലാണ് നമ്മൾ ആകെ കൂടി, നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും, സ്ത്രീകൾ നമസ്കരിക്കാൻ നിന്നാല് എത്ര നന്നാക്കി നിസ്കരിക്കണം വിചാരിച്ചു നിന്നാലും നിസ്കരിക്കാൻ നിന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരുമ്പോൾ ഒരു അലന്തര കൈഫ അവിടം വരെയുള്ള, അല്ലെങ്കിൽ കുലർബിന്നാസും ഞാൻ തുടങ്ങിയാൽ എത്ര പ്രയാസപ്പെട്ട് കരുതിക്കൂട്ടി നമ്മൾ പോയാൽ അലന്തര കൈഫ വരെ ഓടും. അതിന്റെ അപ്പുറം നമ്മളുടെ നാവിൽ വരൂല. അത്രയും തിരക്കായിപ്പോയി. അതങ്ങനെ ഉറച്ചു കഴിഞ്ഞു നമ്മളുടെ നാവിൽ. പകരം റമളാൻ നന്മ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ്. അതുകൊണ്ട് ദീർഘമായി ഓതി നമസ്കരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ തുടങ്ങുന്ന ഒരു നോമ്പ്, അതിന്റെ പകല് വളരെ ശ്രദ്ധയോടുകൂടി നീക്കി നോമ്പ് തുറക്കുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടണം. ധൃതി കൂട്ടുന്നിടത്തോളം ജനങ്ങൾ നന്മയിലാണ്. അത് ഇസ്ലാമിന്റെ വളർച്ചയാണ് അതിലൂടെ തെളിയിക്കാൻ കഴിയുന്നത്. ഇന്ന് വരെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ദീനിന്റെ ഉയർച്ചയാണ് നോമ്പ് തുറക്കാൻ ജനങ്ങൾ ധൃതി കൂട്ടിയാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ഇസ്ലാമിന്റെ വളർച്ചയാണ്, പുരോഗതിയാണ് എന്ന് വരെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് 5 മണിക്ക് അല്ലെങ്കിൽ 4:53 ബാങ്ക് കൊടുക്കുന്നത് അത് 4:50 തന്നെ തുറക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവരുത്. മറിച്ച് 4:53 എന്ന് പറഞ്ഞാൽ ആ 4:53 തന്നെ തുറക്കാൻ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കഴിയണം. നമ്മളുടെ നാടുകളിൽ പറഞ്ഞാൽ പുരുഷന്മാർ തുറന്നു കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ നോമ്പ് തുറക്കുന്ന രീതിയാണ് പലയിടങ്ങളിലും ഇപ്പോഴും കാണുന്നത്. അങ്ങനെ ഒരു പണ്ടേ ശീലിച്ചു പോകുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അങ്ങനെയല്ല.
നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നിടത്തോളം കാലം ജനങ്ങൾക്ക് നന്മയാണ്, ജനങ്ങൾ നന്മയിലാണ് എന്ന് പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനമുള്ള കാര്യമാണത്. നോമ്പ് തുറക്കുക. തുറക്കുന്ന സമയത്ത് ഉള്ള പ്രാർത്ഥനകള് നമ്മൾ സാധാരണയായി മനസ്സിലാക്കിയ 1-2 പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്ഖിക അഫ്തർതു എന്ന ചൊല്ലാവുന്നതാണ്. അതല്ലെങ്കിൽ റഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന പ്രാർത്ഥനയും ചൊല്ലിയതായി റിപ്പോർട്ടുകളിൽ കാണാവുന്നതാണ്. അത് മാത്രമല്ല, നോമ്പ് തുറക്കുന്ന സമയം പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും പറ്റിയ സമയമാണ്. അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കുക. ധാരാളമായി പ്രാർത്ഥിക്കാൻ ഉത്തരം കിട്ടാൻ പറ്റിയ സമയമാണ് നോമ്പുകാരന്റെ അവസാന നിമിഷങ്ങൾ. അതുകൊണ്ട് ആ സമയത്ത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാനും പരിശ്രമിക്കുക. അത് വളരെ പ്രാധാന്യമുള്ള നോമ്പ്. റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ എത്ര ചെറിയ വിഷയങ്ങളും എത്ര ചെറിയ കാര്യവും വളരെ വലുതായി കാണേണ്ടിയിരിക്കുന്നു. എങ്കിൽ അത്രയും നന്മകൾ വാരിക്കൂട്ടാൻ വർദ്ധിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. നോമ്പ് തുറക്കുന്ന സമയം, നോമ്പ് തുറക്കാനെടുത്ത സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അത്രയും സമയം എന്ന് പറഞ്ഞാൽ ആ അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്. ദാഹവും വിശപ്പൊക്കെ ഇരട്ടിയാകുക ആ സമയം. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷമയും നശിക്കും തുറക്കാനാകുമ്പോഴേക്ക്. അത് 6 മണിക്ക് കഴിഞ്ഞാൽ കുട്ടികൾ, നോമ്പോറ്റ കുട്ടികൾ നമുക്ക് വേറെ മനസ്സിലാവും. ആയിരം വെച്ച് ഓരോ മിനിറ്റും ഓരോ മണിക്കൂറിന്റെ നീളുണ്ടാവും കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ആ സമയം പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. അപ്പോ ഒരു നോമ്പ് നോറ്റ് തുറക്കുക. ഇത് നമ്മൾ സാധാരണയെ മനസ്സിലാക്കിയ കാര്യമാണ്. ഇനി നമ്മളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. ഇങ്ങനെ ഒരു നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളായ നമ്മൾക്കുന്നതൊരു വിഷയമല്ല. റസൂൽ പറഞ്ഞു, ലൈസ സിയാമു മിനൽ അക്ലി വശുർബി ഫഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസി. നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പ്. ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പ്. മറിച്ച് ദുർവൃത്തികളും വൃത്തികേടുകളും ഒഴിവാക്കുക എന്നതാണ് നോമ്പ്. അപ്പൊ നോമ്പ് നോറ്റ നമ്മളുടെ പകലുകളിൽ എങ്ങനെ ചെലവഴിക്കണം, അതാണ് നമ്മളെ ബാധിക്കുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. റമളാനിന്റെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗദർശകമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം. അതുകൊണ്ട് തന്നെ ആ റമളാനിൽ ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് സന്മാർഗദർശകമായി ഇറങ്ങിയതാണ്. ഒരിക്കല് ഇതുപോലെയുള്ള നമ്മളുടെ ഒരു സദസ്സിൽ ഒരു അമുസ്ലിം നമ്മളുടെ മുസ്ലിം സ്ത്രീകള് ഒരുമിച്ച് കൂടിയൊരു സദസ്സില് ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥ ഒരിക്കലൊരു സത്യം വെളിപ്പെടുത്തുകയുണ്ടായി. അവർക്ക് ജോലി കിട്ടിയത് ഒരിക്കലും ഒരു കുഗ്രാമത്തിലാണ്. അവർക്ക് പോലീസ് ക്വാർട്ടേഴ്സ് ഒന്നും കിട്ടിയില്ല താമസിക്കാൻ. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണല്ലോ. അങ്ങനെ ആളുകൾ, നാട്ടുകാർ സൗകര്യപ്പെടുത്തി കൊടുത്തത് നമ്മളുടെ ഒരു മുസ്ലിം വീട്ടിൽ താമസിക്കാനാണ്. അങ്ങനെ ഇവര് അനുഭവം പറയാണ്. നമ്മളുടെ വീട്ടില് താമസം തുടങ്ങി. വൈകുന്നേരമാകുമ്പോ ആ വീട്ടിലെ സ്ത്രീ കൈയും കാലൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു വലിയൊരു കുപ്പായിട്ടിട്ട് എന്തൊക്കെയോ ചെയ്യും. മുസ്ലിം സ്ത്രീ വന്നാട്ടോ നമസ്കരിക്കും. അത് കഴിഞ്ഞ് അറബിയിലുള്ള ഒരു വലിയൊരു പുസ്തകം എടുത്തിട്ട് അങ്ങനെ വായിക്കും. ഏറെ നേരം വായിക്കും. അപ്പോ പലവട്ടം ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചല്ല താത്തേ, എന്താണ് നിങ്ങൾ ഈ വായിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോ ദയനീയമായി അവരുടെ കണ്ണിലേക്ക് നോക്കുക എന്നല്ലാതെ എന്താണെന്നത് അവർക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞില്ല എന്ന്. ധാരാ പറഞ്ഞത് ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞതാണ്. സത്യത്തിൽ നമ്മളിങ്ങനെ വളരെ ബഹുമാനത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും മുസ്ലിം സ്ത്രീ സഹോദരി വന്നിട്ട് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ വന്ന് എന്താണ് ഇപ്പോ നിങ്ങളാ വായിച്ചത് എന്ന് ചോദിച്ചാൽ
എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? ആ സ്ത്രീക്കുണ്ടായ അതേ ദയനീയത ഉണ്ടാകൂലേ നമുക്കും? ഹുദൻ ലിന്നാസി, സന്മാർഗം കിട്ടാൻ വേണ്ടി ഇറക്കി തന്നതാണ് വിശുദ്ധ ഖുർആൻ. ഒരിക്കല് 4ാം ക്ലാസ് പഠിക്കുന്ന 2 കുട്ടികൾ തമ്മിലൊരു സംഭാഷണം ഉണ്ടായതാണ്. മദ്രസയിൽ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോ ഒരു കുട്ടി ഉച്ചഭക്ഷണം കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോകുക, മറ്റേ കുട്ടി പള്ളിയിലേക്കാണ് പോണ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ ഈ സ്കൂളിലേക്ക് തന്നെ പോകുന്ന കുട്ടിയെ ഇവൻ ക്ഷണിച്ചു പള്ളിയിൽ പോവാൻ. അപ്പൊ ഈ എന്താ നിസ്കരിക്കാൻ പറ്റില്ലേ? അവൻ പറഞ്ഞു, ഞാൻ കളാ വീട്ടിക്കോളാം. അപ്പൊ ഈ കുട്ടി പറയാ, കളാ വീട്ടിയാല് അള്ളാഹ് സ്വീകരിക്കൂലല്ലോ, കളാ വീട്ടിൽ ഇസ്ലാമിലില്ലല്ലോ. ആരെ പറഞ്ഞു തന്നിട്ട്? എന്റെ അമ്മയൊക്കെ കള്ളാ വീട്ടിലുണ്ടല്ലോ. ഓന്റെ അനുഭവമുള്ളത്, ഓനോന്റെ അമ്മാനെയുള്ള കണ്ടുപിടിക്കുന്നത്. അമ്മ കള്ളാ വീട്ടുണ്ട്. അപ്പോ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഓതി കൊടുക്കുകയാണ്, കളാ വീട്ടിയ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കൂല. ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്താന്ന അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്. നിശ്ചയമായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധകർമ്മമാണ് എന്നാണല്ലോ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഓതിയപ്പോ ഇങ്ങനെ ഒരു ബേജാറ്. കാരണം ഓന്റെ അമ്മാന്റെ ഇരുന്ന് കണ്ടത് കളാ വീട്ട് ചരിത്രമേ ഓൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ആയത്ത് പറയാനോ എന്താണ് ഇത് പറയണമെന്ന് പറയാനോ ഓൻ അറിയില്ല. അപ്പൊ ഓൻ ബേജാറ്. അപ്പൊ ഇനി എന്താ ചെയ്യാ? അതിനും പരിഹാരമുണ്ട് ഈ 4ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ. ഓൻ പറഞ്ഞു, ഇന്ന് എന്റെ കൂടെ പോര് പള്ളിക്ക്. എന്നിട്ട് ലഹുർ നിസ്കരിക്കണതിന്റെ പുറമെ 2 റക്അത്ത് സുന്നത്ത് ലഹുറിന്റെ മുമ്പ്, പിന്നെ ലഹുർ കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്തും. ഇപ്പൊ എത്രയായി? 4ആയില്ലേ? സുന്നത്ത് മാത്രം. ഇത് നിന്റെ ഇന്നലത്തെ ലഹുറിന്റെ പകരം അള്ള വെച്ചോളുന്ന. ധാരാ പഠിപ്പിച്ചെടുക്കണേ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അതാണ് ശരി. അതാണ് ശരി എന്ന് പറഞ്ഞാൽ ഓൻ പറഞ്ഞ ആ രൂപത്തിലല്ലെങ്കിലും നാളെ പരലോകത്ത് വിചാരണ വേളയിൽ ഫറലുകളിൽ വരുന്ന അപാകതകള് ന്യൂനതകള് മായ്ക്കാൻ എന്റെ അടിമക്ക് സുന്നത്തുകൾ വല്ലതുമുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്ന. അപ്പോ നമസ്കാരത്തിൽ വന്നുപോയ അപാകതകള് ന്യൂനതകൾ പരിഹരിക്കാൻ സുന്നത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ നഷ്ടപ്പെട്ട ഫറലുകളിലേക്ക് എടുത്തുവെച്ച് പോരായ്മകൾ നികത്തും എന്ന് റസൂല പഠിപ്പിക്കുന്നു. അതിന് സുന്നത്ത് വേണ്ടേ? ഇത് ഞാൻ പറഞ്ഞതിൽ ഈ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത എന്ന് ഈ 4ാം ക്ലാസ്സുകാരന്റെ കളാ വീട്ടുന്ന ഉമ്മ സാധാരണയായി ഓതാറുള്ളൊരു വചനമാണ്. അറബിയിലാണ് ഓതല്. എന്താണത് മനസ്സിലാകാത്തത് കൊണ്ടാണല്ലോ അവന്റെ ഉമ്മയിൽ കളാ വീട്ടുക എന്ന ഏർപ്പാട് സ്ഥിരമായി തുടർന്നുകൊണ്ട് പോരുന്നത്. അതുകൊണ്ടാണല്ലോ കുട്ടിയത് ശീലമാക്കിയത്, അല്ലേ? ഹുദൻ ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗം കിട്ടാൻ വേണ്ടി ഇറക്കിയതാണ് വിശുദ്ധ ഖുർആൻ. എന്തേ വെളിച്ചം കിട്ടി ഈ ഉമ്മാക്ക്? ഈ ഉമ്മാക്ക് വല്ല വെളിച്ചം കിട്ടിയോ ആ വചനം ഓതിയിട്ട്? ഇല്ല. അപ്പോ മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ മുസ്ലിം സ്ത്രീ അവര് പറഞ്ഞ മറ്റൊരു അനുഭവമാണ്. അവര് പോലീസ് ഉദ്യോഗസ്ഥയാണല്ലോ. അപ്പോ എപ്പോഴും കേസ് വരും, തട്ടിപ്പറിച്ച പോക്കറ്റടിച്ച കേസുകളാണ്. ഈ കേസുകളൊക്കെയും വരാറുള്ളത് നമ്മളുടെ മുസ്ലിം സ്ത്രീകൾക്കാണ് ബാധിക്കാറുള്ളത്. പോക്കറ്റടി കേസുകളൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ എടുത്തുണ്ടാകാൻ കിട്ടിയ നമ്മളതാണ്. അപ്പൊ ഇവര് പറയാം അവരനുഭവം. ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെ ആളുകൾ യാത്ര ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇഷ്ടം പോലെ ആഭരണങ്ങൾ ഇട്ട് കെട്ടിയിട്ടേ പുറത്തിറങ്ങാവൂ എന്നാണോ നിങ്ങളെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? ശ്രദ്ധിക്കുക, എന്താ ഖുർആനിൽ പറഞ്ഞത്? എന്താണ് ഖുർആനിൽ പറഞ്ഞത്? അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. സ്വർണവും വെള്ളിയും കൻസാക്കി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ്? ബിഅദാബിൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. നമ്മൾ ഒരു കൂട്ടിയ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടുന്ന വിഹിതം നൽകാതെ നമ്മൾ കൻസാക്കി വെച്ച, നിധിയാക്കി വെച്ച നമ്മളുടെ സ്വർണവും വെള്ളിയും അത് നാളെ നരകത്തിലെ തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ചിട്ട് നെറ്റിക്കും മുതുകിലും പാർശ്വങ്ങളിലും ചൂട് വെച്ചു തരും. ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ ഇതാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾ തന്നെ അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഈ അമുസ്ലിം സ്ത്രീ തെറ്റിദ്ധരിച്ച എന്താണ്? ഖുർആനിൽ ഇഷ്ടം പോലെ ആഭരണങ്ങൾ കെട്ടിയിട്ടേ പുറത്തേക്കിറങ്ങാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോന്നാണ്.
എന്താ എങ്ങനെ തോന്നാൻ കാരണം? ഈ ആയത്ത് നമ്മൾ ഓതാറുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥവും വ്യാപ്തിയും ആശയവും നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, റമളാനിന്റെ പകലുകള് ഈ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് വെളിച്ചം കിട്ടേണ്ടുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങളിൽ ധാരാളം ആളുകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ലേണിംഗ് ക്ലാസുകളിൽ പങ്കെടുക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ് എല്ലാം. അൽഹംദുലില്ലാഹ്. ഇനിയും അതിന് ഭാഗ്യം കിട്ടാത്ത, അതിനവസരം കിട്ടാത്ത ഏതെങ്കിലും ഒരു സഹോദരി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ കൂടി ഇതിലേക്ക് ക്ഷണിക്കുക. കാരണം നമുക്ക് സന്മാർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇറക്കി തന്നാണ് വിശുദ്ധ ഖുർആൻ. എന്താണ് അതിൽ പറയുന്നത് എന്നൊരാൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. നമ്മളുടെ മക്കൾക്ക്, നമ്മളുടെ കുടുംബത്തിന് വെളിച്ചം കിട്ടേണ്ടത് ഈ വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമളാൻ മാസം. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി ആ റമളാനിന്റെ പകലുകള് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാനും അത് ധാരാളമായി മനഃപ്പാഠമാക്കാനും, അർത്ഥം പഠിക്കുന്നതോടൊപ്പം കാണാതെ പഠിക്കാൻ, മനഃപ്പാഠമാക്കുക, അത് വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നത്, നമ്മൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമുള്ള ആളുകളോട് നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സ്വർഗം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച ആയത്തുകൾക്ക് ഓരോ ആയത്തിനും ഓരോ സ്റ്റെപ്പ് എന്ന രൂപത്തിൽ മേലോട്ട് കയറിക്കൊള്ളുക എന്ന് പറയപ്പെടുന്നതാണ്. ആലോചിച്ചു നിങ്ങൾ, ധാരാളമായി ഖുർആൻ പഠിച്ച ആളുകളുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന്. ഓരോ ആയത്തിനും ഓരോ സ്റ്റെപ്പ് എന്ന രൂപത്തിൽ മേലോട്ട് കയറിക്കൊള്ളുക എന്ന് പറയുമ്പോ നമ്മൾ എവിടെ ഉണ്ടാകും? വളരെ താഴെ ചോട്ടിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ ഇവിടെ ആക്കിയിട്ട്. അപ്പോ വിശുദ്ധ ഖുർആൻ പഠിക്കും തോറും, കാണാതെ പഠിക്കും തോറും അത് നമുക്ക് വളരെ ഉപകാരപ്പെടും. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് കയറിയിരിക്കാൻ നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് ഭാഗ്യം കിട്ടുമെന്ന് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൂടി ലക്ഷ്യമാക്കുക. റമളാനിന്റെ പകലുകളിൽ വിശുദ്ധ ഖുർആൻ ധാരാളമായി വായിക്കാനും ഓതാനും. ലികുല്ലി ഹർഫിൻ അജ്റുൻ, അതിലെ ഓരോ അക്ഷരത്തിനും കൂലിയുണ്ട്. റസൂൽ വിവരിക്കുന്നു, അലിഫ് ലാം മീം എന്നത് ഒരൊറ്റ അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, ലാം വേറൊരക്ഷരമാണ്, മീം വേറൊരക്ഷരമാണ്. ഓരോന്നിനും വേറെ വേറെ കൂലിയിട്ടും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരത്തിനും കൂലിയിട്ടും. അതുകൊണ്ട് തന്നെ ധാരാളമായി പാരായണം ചെയ്യുക. ആ തബാറക്ക സൂറത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇവിടെ സാധാരണ ഇവിടെ കേൾക്കാറുള്ള കാര്യമാണ്. രാത്രി തബാറക്ക സൂറത്തും അലിഫ് ലാം മീം സജ്ദയും ഓതാതെ റസൂല കടക്കാറുണ്ടായിരുന്നില്ല എന്നാ. തബാറക്ക സൂറത്തുള്ള പ്രത്യേകത, വിശുദ്ധ ഖുർആനിലെ ഒരു 30 ആയത്തുകളുണ്ട്. ആ 30 ആയത്തുകള് അത് ഓതിയ ആൾക്ക് പുറത്തു കിട്ടുന്നവരെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ടേയിരിക്കും, പുറത്തു കിട്ടുന്നവരെ എന്നാ. ആ സൂറത്ത് തബാറക്കിയാണ് എന്ന് റസൂല വിശദീകരിക്കുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഓരോ ഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തെ 10 വചനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് മനഃപ്പാഠമാക്കിയാൽ, അത് പഠിച്ച ആളുകൾക്ക് ദജ്ജാലിൽ നിന്ന് സംരക്ഷണം കിട്ടും എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അപ്പോ മനഃപ്പാഠമാക്കുന്നതിനുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണെന്നതുകൊണ്ട് അതുമായി പരമാവധി ബന്ധപ്പെടാൻ ശ്രമിക്കുക. അതോടൊപ്പം റമളാന്റെ ലക്ഷ്യമായി റസൂലുള്ള പറഞ്ഞല്ലോ, ലൈസ സിയാമു മിനൽ അഖ്ലി വശുർബി വ ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസി. അതാണ് നമ്മളുടെ വാക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് റമളാനിലെ നോമ്പ് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല, മറിച്ച് ദുർവൃത്തികളും വൃത്തികേടുകളും ഒഴിവാക്കലാണ് റമളാനിന്റെ ലക്ഷ്യം. അതാണ് നമ്മളെ സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. റസൂലുള്ള പറഞ്ഞു, മൻ ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. ആരെങ്കിലും ചീത്ത വാക്കും പ്രവർത്തനങ്ങളും ഒഴിവാക്കിയില്ല എങ്കിൽ, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പ് നോറ്റത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യമല്ല. അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ നോമ്പുകാരിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു നോമ്പുകാരിയായി രേഖപ്പെടുത്തുകയില്ല, മറിച്ച് നോമ്പുകാരിയായി ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഉപരിയായി ഈ കണ്ണുകളെ, ചെവികളെ, നാവിനെ, മനസ്സിനെ, കൈകാലുകളെ വൃത്തികേടുകളിൽ നിന്ന് ശുദ്ധീകരിക്കാത്തിടത്തോളം കാലം
അള്ളാഹു നോമ്പുകാരുടെ ലിസ്റ്റിൽ നമ്മളെ പ്രവേശിപ്പിക്കുകയില്ല. അതായത് നമ്മൾക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളുടെ നാവ് എന്നുള്ളത്. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ പറയുന്ന അൽഹംദുലില്ലാ എന്നുള്ള വാക്കിന്റെ കനം റസൂല വിശദീകരിക്കുന്നു. തംല ഉൽ മീസാൻ, നന്മയുടെ തുലാസം നിറക്കാൻ മാത്രം കനുണ്ട് അൽഹംദുലില്ലാ എന്നുള്ള വാക്കിന്. അൽഹംദുലില്ലാ എന്നുള്ള വാക്കിന് നന്മയുടെ തുലാസ് നിറക്കാൻ മാത്രം കട്ടിയും കനുണ്ട്. എന്നാൽ സ്ത്രീകളായ ആളുകള് നരകത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണം പറഞ്ഞ കൂട്ടത്തില് റസൂല പറഞ്ഞ ഒരു കാരണം എന്താണെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്ന് യുക്തിർന്നല്ലാന, ശാപം വർദ്ധിപ്പിക്കും, പുരാകും, എല്ലാറ്റിനും പുരാകും. മറ്റൊന്ന് യക്ഫുർനല്ല ശിറത്ത, ഭർത്താക്കളെ നിഷേധിക്കും സ്ത്രീകള്. അതെങ്ങനെയാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂല വിശദീകരിച്ചു. സ്ത്രീകള് പറയും, ലം അറ മിൻക ഖൈറൻ ഖത്തു, ഞാൻ ഇത്രയും കാലമായി നിങ്ങളിൽ നിന്ന് എനിക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ല എന്ന് സ്ത്രീകൾ പറയുന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല നമുക്കത് അല്ലേ? ആ വാചകത്തിന്റെ രൂപവും ചേലുംകോലം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭർത്താവാണ് നമ്മളുടെ ഭക്ഷണം, വസ്ത്രം, ചികിത്സ, താമസ സൗകര്യം എല്ലാം ചെയ്തു തരുന്നത് ഭർത്താവാണ്. എന്നിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളുടെ ഇഷ്ടത്തിന് വിപരീതമായി, നമ്മളുടെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ് നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ടുവരാൻ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞ് അത് പറഞ്ഞത് നമ്മൾ പറഞ്ഞതുപോലെയായില്ല അദ്ദേഹം ചെയ്തത്, നമ്മൾ വിചാരിച്ച കളറായില്ല അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോ ഉടൻ നമ്മൾ പറയുന്ന വാക്ക് ഞാൻ പറഞ്ഞാലോ റസൂലുള്ള പറഞ്ഞ വാക്കാണത്, ലം അറമീൻ ഖൈറൻ ഖത്തു. അല്ലെങ്കിൽ ഇപ്പൊ ഇത് മാത്രം ഇതിനത്ര പറയണ, ഇത്രയും കാലം നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ട് വല്ലതും നല്ല നിങ്ങളിൽ നിന്ന് കിട്ടിക്കണോ, ഇത് മാത്രം പറയാൻ എന്ന് നമ്മൾ പറയും എന്ന് റസൂല പറയുന്നു. അത് ഈ പറയുന്ന വാക്ക് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറിയിരിക്കാം. എങ്കിലും ഈ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വാചകങ്ങൾ യക്ഫുർനൽ അശീറത്ത, ഭർത്താവിനെ നിഷേധിക്കലാണ് എന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ റഅയ്തു അക്സറ അഹ്ലിഹാ നിസാഅ, നരകത്തിലധികവും ഞാൻ സ്ത്രീകളെയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക എന്നുള്ള അത്രയും വലിയ അപകടം പിടിച്ചൊരു സ്വഭാവമാണ്. എന്താ ഇപ്പൊ നമ്മൾക്ക് നഷ്ടം വന്ന്? പ്രത്യേകിച്ച് നഷ്ടം നല്ല ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടില് നാവിനെ കുറിച്ച് വല്യമ്മമാര് പറയാറുണ്ട് ഒരു വാചകം, നാവിന് എല്ലില്ലല്ലോ എങ്ങോട്ടും വളച്ചാ വളിയിലേന്നാ എന്ന് പറഞ്ഞാൽ എന്തും അതുകൊണ്ട് പറഞ്ഞുകൂടേന്ന്. ഈ നിലക്കനുസരിച്ച് നമ്മളുടെ വായിൽ വരുന്നൊക്കെ പറയാന്നുള്ളതായാൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുവിന്റെ പട്ടികയിൽ പേരുണ്ടാവില്ല. ഇതിന് കടിഞ്ഞാണിടലാണ് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമുക്ക് എത്രയൊക്കെ ഇപ്പോ ചില സഹോദരിമാര് ഇപ്പൊ നോമ്പൊക്കായാലും വർത്താനൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്, നോമ്പല്ലേ റമളാനല്ലേ എന്റെ നോമ്പ് പോകണ്ട വിചാരിച്ച് ഞാൻ ക്ഷമിച്ചു നിൽക്കുക. അപ്പോ അയൽപ്പക്കാര് വന്നിട്ടോളങ്ങനെ മഴ പെയ്യും പോലെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോ ഏറെ നേരം കേട്ടപ്പോ എനിക്കും സഹിച്ചില്ല, ഞാൻ അങ്ങോട്ട് നല്ലോണം പറഞ്ഞതാ. അപ്പൊ ആർക്കെ നഷ്ടം വന്ന്? ഓളതോ ഏതായാലും പോയിക്കണേ, ഓളം നോമ്പ് ഏതായാലും പോയി, ഇന്റത് ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കിയിരുന്നു, പക്ഷെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കുറെ ഓള് പറഞ്ഞപ്പോ ഞാൻ എന്റെ ക്ഷമന്റെ അതിരുവിട്ട് ഞാൻ നല്ലോണം പറഞ്ഞെന്താ എന്റെ ചെലവൊന്നല്ലല്ലോ എനിക്കെന്നുള്ള രൂപത്തിൽ പറഞ്ഞു. രണ്ടാളെ നോമ്പ് എന്നാലോ ഭക്ഷണപാനീയങ്ങളും രണ്ടാളും ഒഴിവാക്കിക്കണം. ഇതാണ് നമ്മളുടെ ക്ഷമ. ഇത് പരീക്ഷിക്കാനാണ് നോമ്പ്. നല്ലോണം അങ്ങോട്ട് പറയും, ഉറപ്പാണ്. പ്രത്യേകിച്ച് നോമ്പ്, നമ്മളെ നോമ്പിന് എത്ര കട്ടിയും കനമുണ്ട് നോക്കാൻ അവളുടെ വാക്കുകളിൽ എമ്പാടും കട്ടിയുള്ള പദങ്ങൾ തന്നെ വരും. ഓളേതായാലും നോമ്പ് ഒഴിവാക്കിക്കണേ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ, ഈ നാവിനെ നിയന്ത്രിക്കാൻ, അത് അൽഹംദുലില്ലാ എന്ന് പറയുകയാണെങ്കിൽ നന്മയുടെ തുലാസ് നിറക്കാൻ മാത്രം കനുണ്ട്. പകരം നമ്മളുടെ നാവ് അള്ളാഹു തന്നത് അനുഗ്രഹം വാങ്ങാനാണ്. ഫലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളല്ലാതെ മറ്റ് വർത്തമാനങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കരുത്, കൂടുതൽ വർത്തമാനം പറയരുത്. ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി ഖസ്വത്തുൽ ഖൽബ്, നിശ്ചയമായും അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളല്ലാതെ മറ്റ് വർത്തമാനങ്ങൾ ധാരാളമായി പറയുക എന്നത് ഹൃദയത്തിന് കടുപ്പമുണ്ടാക്കുന്നു. നിശ്ചയം ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൽ നിന്ന് ദൂരെയാകുന്ന വ്യക്തി ഹൃദയം കടുത്തവനായിരിക്കും. അപ്പൊ വർത്തമാനങ്ങൾ കൂടുതൽ പറയുന്തോറും ഹൃദയത്തിന് കട്ടിയും കനവും കൂടും, കടുപ്പം കൂടും. അത്
അത്തരം ഹൃദയത്തിന് കടുപ്പം വർദ്ധിച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല, ഭാഗ്യം ഉണ്ടാകൂല. അതുകൊണ്ട് വർത്തമാനം പറയാം. എന്ത്? ഇത്തരം വർത്തമാനങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ, അത്തരം നല്ല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളി. അത് പറയുന്തോറും അറിവ് വർദ്ധിപ്പിക്കും, നന്മ വർദ്ധിപ്പിക്കാൻ കഴിയും. മറിച്ച് മറ്റുള്ള വർത്തമാനങ്ങള് അധികരിപ്പിച്ചാൽ ഹൃദയത്തിന് കടുപ്പമുണ്ടാക്കും. നമ്മള് ഇവിടെ പറയുന്ന ഒരു വാക്ക്, ഒരു ഉദാഹരണം, റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സഹാബി വനിത മറ്റൊരു സഹാബി വനിതയെക്കുറിച്ച് തിരി വെറുപ്പോടുകൂടി ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കസീറ, ആ ഉള്ളത്തിലേതാലും എന്ന അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിച്ചു. കസീറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, നിങ്ങൾ ഇവിടെ താമസിക്കണം. കസീർ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ ആൾക്കുള്ള പേരാണ് കസീറ. നമ്മളെ നാട്ടിൽ പറയുന്ന പേര് കുള്ളത്തി എന്ന് പറയും. ഈ വാക്ക് കേട്ടപ്പോ റസൂൽ പറഞ്ഞ എന്താ പറയുക, ലഖദ് ഖുൽതി കലിമത്തൻ ലൗ മുസ്ജത്ത് ബിമാഇൽ ബഹ്രി ഇല്ല മസ്ജത്ത്. നീ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ കുള്ളത്തിനുള്ള വാക്ക്, ആ കസീറ എന്നുള്ള വാക്ക്, അത് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ കടലിലെ വെള്ളം മുഴുവൻ നജസാക്കാൻ മാത്രം വൃത്തികെട്ടതാണ് നീ പറഞ്ഞ ആ വാക്ക്. സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങളൊക്കെ ഒരു ദിവസം പറയുന്ന വാക്കിന്റെ കട്ടിങ് കനം ഇത് വെച്ച് അളക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ പരലോകം? ആലോചിക്കാൻ നിങ്ങൾ. ഈ കസീറ എന്നുള്ള വാക്കേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുച്ഛമുള്ള വാക്കല്ല. എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ ആൾക്ക് സമൂഹത്തിലുള്ള പേരാണത്. അതിപ്പോ ഞാനും ഈ വിളിക്കപ്പെട്ട കസീറയും തമ്മിലുള്ള വ്യത്യാസം, അരഞ്ചിന്റെ വ്യത്യാസം അത് നമ്മൾ കാണൂല. അത് നമ്മളെ അത് ചുമരം മറന്നു നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ. പക്ഷെ ഞാൻ സുഖമായി വിളിക്കും മോളെ കസീറ. എന്താ കാരണം? എല്ലാരും മോളെ കസീറ എന്ന് വിളിക്കും, കുള്ളത്തി ഖദീജ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഓളെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് വിളിച്ചാൽ ഓളെ വിളിയേൽക്കും ചെയ്യും. കാരണം എന്താ? സമൂഹത്തിൽ ഓളെ പേരതായി തീർന്നു, ഓളെ കൊണ്ട് വിളിയേൽക്കും. നിവൃത്തില്ലാതെ വിളിയേൽക്കാണ്. ആ പേര് ഓളക്കാൾ അരഞ്ച് നീളാൻ നമുക്ക് ഏറുള്ളത്. നമ്മളെ ആ പേരിട്ട് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? നമുക്ക് സഹിക്കാൻ കഴിയുമോ? ആലോചിങ്ങള് ചെയ്ത് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ ഈ കസീറ എന്നുള്ള വാക്ക് ഒരു കുറ്റുള്ള വാക്കല്ല. അതിന് തന്നെ ഇത്ര വലിയ നജസാണ് എങ്കിൽ കടലിലെ വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ കടലിലെ വെള്ളം മുഴുവൻ നജസാക്കാൻ മാത്രം വൃത്തികെട്ടൊരു പദമാണ് ആ കുള്ളത്തി എന്നുള്ള പദമെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിന്റെയും കട്ടിയും കനവും അള്ളാഹുവിന്റെ ത്രാസിലിട്ട് തൂക്കുകയാണെങ്കിൽ കാലാകാലം നോമ്പ് നോറ്റാ വല്ല കാര്യം ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കാൻ. അപ്പൊ നോമ്പ് നോൽക്കുക എന്നുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ പ്രയാസമുള്ള കാര്യമില്ല. ഇന്ന് പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സന്റെ ആളുകള്, അതല്ല എല്ലാ ഡോക്ടർമാരും വിശക്കണം എങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് പരിഹാരമാണെന്നാണ്. നോമ്പ് നോൽക്കുക, നോമ്പാണ് അധിക രോഗങ്ങൾക്കും ഇന്ന് പരിഹാരമായി മരുന്നായി നിർദ്ദേശിക്കുന്ന നോമ്പാണ്. റസൂൽ തന്നെ പറഞ്ഞു, സൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോറ്റോളി, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും. നോമ്പ് നോറ്റ ആരോഗ്യം വർദ്ധിക്കുക ചെയ്യാം. റസൂൽ പറഞ്ഞു ആരോഗ്യം ഉണ്ടാകും. ഇത് ഡോക്ടർമാർ അംഗീകരിച്ച കാര്യം, ശാസ്ത്രം അംഗീകരിച്ച കാര്യം. നോമ്പ് നോറ്റ ആരോഗ്യം ഉണ്ടാകും. അപ്പൊ നോമ്പ് നോൽക്കാൻ എന്താ ഡോക്ടർമാർ ഉദ്ദേശിക്കുന്ന നോമ്പ്? എന്താണ്? വയറിന് പട്ടിണിക്കിടുക, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക. അതാ ഡോക്ടർമാർ ഉദ്ദേശിക്കുന്ന നോമ്പ്. ഈ നോമ്പിന് ഇന്ന് എനിക്കും നോക്കൊരു പ്രയാസമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും പരാതി എന്താണ്? നേരം വെളുത്താല് രാവിലെ ഒന്നും തിന്നാതെ രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടാണ് നടക്കുകയാണെങ്കിൽ എനിക്ക് എത്രയും നടക്കാൻ പറ്റും. അല്ല, അതിന്റെ കൂടെ വല്ലതും തിന്നോ, എന്നാ പിന്നെ എനിക്ക് അനങ്ങാൻ വയ്യാന്നാ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? തിന്നാൻ വയ്യ. തിന്നാതെയാണെങ്കിൽ എത്രയും ഇപ്പം ചെയ്യാം. അപ്പൊ ആവശ്യമില്ല. ഈ ഭക്ഷണപാനീയം ഒഴിവാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രയാസമുള്ള കാര്യമില്ല. നോമ്പിന്റെ നിയത്തില്ലാതെ തന്നെ എത്രയേ പ്രാവശ്യം നമ്മൾ പട്ടി കിടക്കലുണ്ട്. സമയമില്ലാഞ്ഞിട്ട്, ജോലിത്തിരക്കൊണ്ട്, മനസ്സിന് ടെൻഷൻ ഉണ്ടായിട്ട്, ഇതിനൊക്കെ നമ്മൾ ഭക്ഷണപാനീയം ഒഴിവാക്കലുണ്ട്. എന്നാൽ അറിഞ്ഞുകൊണ്ട് നോമ്പ് നോറ്റ് അതോടൊപ്പം ഈ നാവിനെ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളുടെ സാഹചര്യങ്ങള്, നമ്മളുടെ മനസ്സ്, നമ്മളുടെ വിചാരങ്ങള്, ഇതൊക്കെയും നമ്മളുടെ നാവിനെ കെട്ടിടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. എങ്ങനെ നോക്കിയാലും വർത്തമാനം പറയാനുള്ള ചാൻസാണ്, മിണ്ടാതിരിക്കാനുള്ള ചാൻസ് ഇല്ല. എങ്ങനെ നോക്കിയാലും പറയണ്ടെന്ന് വിചാരിച്ചാലും പറയിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അവിടെയൊക്കെ. ഇപ്പോ സൂറത്തുൽ ഹുജറാത്തില് വിശദീകരിക്കേണ്ട ഒരു 1-2 പോയിന്റുകൾ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻകും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകൂന ഖൈറൻ മിൻകുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ ഫമൻ ലം യത്തുഫ ഉലൈക ഹുമുൽ ളാലിമൂൻ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി സുമ്മൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു ഫത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. നമ്മൾ പലരും പഠിച്ച വരികളാണത്.
യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്, കളിയാക്കരുത്. കളിയാക്കുന്നത് നാവ് കൊണ്ടുള്ള വർത്തമാനത്തിലൂടെയും കണ്ണുകൊണ്ടും മുഖം കൊണ്ടും കൈകൊണ്ടുള്ള താളങ്ങളിലൂടെയും പരിഹസിക്കാം, അല്ലെ? വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അർത്ഥം പഠിച്ചവരാണ് നിങ്ങളൊക്കെ, നിങ്ങൾ പലരും, അല്ലെ? ആംഗ്യത്തിലൂടെയും കുത്തുവാക്കുകളിലൂടെയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർക്ക് നരകത്തിലെ വയലെന്ന ഭാഗമാണ്. നമ്മളോതാറുള്ള വരികളാണ്. ഇങ്ങനെ ആംഗ്യം കാണിച്ചും വാക്കുകളിലൂടെയും ആരും ആരെയും പരിഹസിക്കരുത്. കാരണം പരിഹസിക്കുന്ന നിങ്ങളെക്കാൾ നല്ലത് ഒരുപക്ഷെ അവരാകാം. നിങ്ങൾ ആരെയാണോ കളിയാക്കുന്നത് അവരാകാം അള്ളാഹുവിന്റെ അടുത്ത് ശ്രേഷ്ഠം. അതുകൊണ്ട് നിങ്ങൾ ആരും ആരെയും പരിഹസിക്കേണ്ടതില്ല. ഇത് മൊത്തത്തിൽ സത്യവിശ്വാസികളെ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹു സ്ത്രീകളെ പ്രത്യേകമായി എടുത്തു പറയുന്നു. വലാ നിസാഉം മിൻ നിസാ, സ്ത്രീകൾ പരസ്പരം പരിഹസിക്കരുത്, കളിയാക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻകുന്ന, പരിഹസിക്കുന്ന നിങ്ങളെക്കാൾ ഒരുപക്ഷെ നല്ലത് അവരായിരിക്കാം. നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത് അവരായിരിക്കാം അള്ളാഹുവിന്റെ അടുത്ത് നന്നാകുക. അതുകൊണ്ട് നിങ്ങൾ പരിഹസിക്കരുത്. നമ്മളുടെ ഒരു വൈകല്യാണത്. ദുനിയാവില് നല്ലവരായി ആരേ ഉണ്ടാകുള്ളൂ? സ്ത്രീകളുടെ ഒരു വൈകല്യാണത്. ഞാൻ നല്ലതാണ് അല്ലേ, അതുണ്ടാവും നമുക്ക്. നമ്മൾ നല്ലതാണ്. എല്ലാ തകരാറുകളിൽ നിന്നും മുക്തയാണ് നമ്മൾ. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ കാണുക എന്നുള്ളത് നമ്മുടെ പ്രകൃതിപരമായ ഒരു സ്വഭാവമാണ്. ഇപ്പൊ നന്നായി പ്രവർത്തിക്കുന്ന, നന്നായി കൃത്യമായി പള്ളിയിൽ പോകുന്ന ഒരാളെ കണ്ടാൽ അപ്പൊ ഓള് നേരത്തെ പള്ളിയിൽ കൊത്തിട്ടോ എന്നൊരാൾ പറയും, അയ്യോക്കെന്താ പണിയില്, ഓൾക്ക് വീട്ടിൽ യാതൊരു പണിയില്ലല്ലോ, അപ്പൊ ഓളമായിരിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ ഓളം രാവിലെ തന്നെ എടുത്തു ഒരാടെ പള്ളിയിൽ. അത് വെച്ചിട്ടില്ല നമുക്ക്, അത് വെച്ചിട്ടില്ല. അങ്ങനെ എന്ത് കണ്ടാലും എന്താണെങ്കിലും നമ്മളിലപ്പുറം മറ്റൊരാളും ഉണ്ടാവൂല നല്ലത്. ഇങ്ങനെ ഒരു സ്വഭാവമാണ് നമുക്ക്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ലേ. അപ്പോ ഇങ്ങനെ ഇത് നമ്മളുടെ പ്രകൃതിയാൽ വരുന്ന കാര്യമാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ. അപ്പൊ ഓളുടെ നടത്തം, ഓളുടെ ഡ്രസ്സ്, ഓളുടെ സ്വഭാവം, ഓളുടെ വർത്തമാനം, അതിൽ ഓൾ ഉപയോഗിച്ച ഇംഗ്ലീഷ് വാക്കിന്റെ ആ പ്രയോഗം, ഇതൊക്കെയും നമുക്ക് കുറ്റാണ്. ഇതൊക്കെ നമുക്ക് കുറ്റുന്നതാണ്. ഇതൊക്കെ നോക്കിയാൽ നോമ്പ് തോൽക്കേണ്ടതില്ല, നോമ്പ് നോച്ച് വെറുതെ പട്ടിണി നടക്കേണ്ടതില്ല. ആ പീഡിയക്കാരെ സാമാന്യങ്ങൾ ചെലവായിക്കോട്ടെ. ഇത് കടിഞ്ഞാനിടലാണ് നോമ്പിന്റെ ലക്ഷ്യം. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ എന്താ പ്രയാസം നോമ്പ്? ഇങ്ങനെ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരാളും ഒരാളെയും പരിഹസിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക. അങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുകയാണെങ്കിൽ ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന് ആവശ്യമില്ല. അത്തരം വൃത്തികേടുകൾ ആവർത്തിച്ചുകൊണ്ട് നോമ്പ് വിൽക്കാൻ അള്ളാഹുവിന് നോമ്പ് ആവശ്യമില്ല. അതുപോലെ തന്നെ വലാ തൽമിസു അൻഫുസക്കും, നമ്മളെ തന്നെ ആക്ഷേപിക്കുന്ന സത്യവിശ്വാസികൾ ഒന്നടങ്കം മൊത്തം ഒരു ശരീരം പോലെയാന്ന് റസൂൽ പറഞ്ഞത്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ശരീരം പോലെയാകുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, പരസ്പര സഹോദരന്മാരാണ്. അത് ഒന്നുകൂടി റസൂൽ ആഴത്തിൽ പഠിപ്പിച്ചു തന്നു. എല്ലാവരും കൂടി ഒരു ശരീരം പോലെയാണ്. നമ്മളുടെ ശരീരത്തിലെ നമ്മളുടെ കാലിൽ ഒരു മുള്ളു തറച്ചു, അല്ലെങ്കിൽ ഒരു വെച്ചുത്തി ഒന്ന് മുറിയായി, ഒന്ന് പൊട്ടി, അതിന്റെ പേരിൽ ആ കാല് മാത്രമല്ല വേദനിക്കാറുള്ളത്. ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആ കാലിലെ മുറിവിന് വേണ്ടി കണ്ണുകൾ ഉറക്കമൊഴിച്ചും ശരീരം പനിച്ചും വിധേയത്വം കാണിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? സത്യവിശ്വാസികൾ ഒന്നടങ്കം ഈ ഒരൊറ്റ ശരീരം പോലെയാണ്. കാലിലാണ് മുറിവുണ്ടായത്, അത് കാല് മാത്രം അനുഭവിച്ചാൽ പോരെ, ഞാൻ എന്തിനെ പനിക്കണം? കണ്ണെന്തിനെ ഉറങ്ങാതിരിക്കണം? റസൂല പറയാം, കണ്ണുകൾ ഉറക്കൊഴിച്ച് അതിനോട് സഹതാപം പ്രകടിപ്പിക്കാണ്. കാലിലാണ് മുറിവ്, പക്ഷെ കണ്ണുറങ്ങൂല. ശരീരം പനിക്കുകയാണ്. എന്തിനാണ്? ഈ കാലിലെ മുറിവിനോടുള്ള സഹതാപം. ഇതുപോലെയാകുന്നു സത്യവിശ്വാസികളുടെ ഉദാഹരണം. സത്യവിശ്വാസികൾ ഒന്നടങ്കം ഒരൊറ്റ ശരീരം പോലെയാകുന്നു. അതിൽ ഒരാൾക്കുള്ള വിഷമം എന്റേതും കൂടിയാണ്, എന്റെ വിഷമം ഓളതും കൂടിയാണ്, എന്റെ സന്തോഷം അത് അവളുടെയും സന്തോഷമാണ്, എന്റെ ദുഃഖം അവളുടെയും ദുഃഖമാണ്. അപ്പോ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരമായി സത്യവിശ്വാസികൾ ഓള് എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഓളാണ്. ഈ രൂപത്തിൽ എല്ലാവരും ഒന്നടങ്കമുള്ളതാണ് സത്യവിശ്വാസികൾ. അപ്പൊ അതുകൊണ്ട് ഒരാളും ഒരാളെയും ആക്ഷേപിക്കരുത്, ചീത്ത പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, പരസ്പരം ചീത്ത പേരുകൾ വിളിക്കരുത്,
പരസ്പരം ചീത്ത പേരുകൾ. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോ കസീറ എന്നുള്ള വാക്ക് അതുപോലുള്ള പേരുകൾ, ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പേരുകൾ നിങ്ങൾ വിളിക്കരുത്. സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ഇത്തരം മോശമായ വാക്കുകൾ പറയുക എന്നുള്ളത് എത്ര വലിയ പാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അതുപോലെ അധിക ഊഹങ്ങളെയും നിങ്ങൾ ഒഴിവാക്കണം. ഊഹങ്ങൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇവിടെ കൂടുതൽ മനസ്സിലായ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ നാടൻ ശൈലി അനുസരിച്ച് ഇക്കാരം അതായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബങ്ങളിലൊക്കെ ഉള്ള പ്രശ്നങ്ങള്, ഭർത്താവിന്റെ പെങ്ങളും നമ്മളും തമ്മിലുള്ള പ്രശ്നങ്ങള്, ഉമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങള്, അയൽപ്പക്കക്കാരികൾ തമ്മിലുള്ള പ്രശ്നങ്ങള്, അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അത് നമ്മൾ വെറുക്കുന്ന ആളുടെ പേരിൽ അത് ആരോപിക്കുക. അതോളായിരിക്കും. ഒരു ദിവസം നമ്മളെ വീട്ടിൽ വിരുന്നുപോയി, 2 ദിവസത്തിന് വീട്ടിൽ വിരുന്നുപോയി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അന്ന് വൈകുന്നേരം ഭർത്താവ് വന്നപ്പോ സാധാരണ നിന്ന് വ്യത്യസ്തമായി കണ്ടിട്ട് വല്ലാതെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക, ഒന്ന് ചിരിക്കുകയൊന്നും ചെയ്തില്ല. വലിയ ഗൗരവത്തിൽ പോയി. അപ്പൊ തുടങ്ങിയത് നമ്മളുടെ മനസ്സിലുള്ള ആലോചന, എന്താ ഇപ്പൊ ഇങ്ങനെ, എന്താ ഇപ്പൊ സാധാരണ നിലക്ക് അദ്ദേഹം എന്നോട് ഇക്കാലം വരെ എങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് ഞാൻ 2 ദിവസമൊക്കെ ഇവിടെ നിന്നില്ലാതെ വിരുന്നു പോയി വന്നിട്ട് എന്ത് പ്രത്യേകിച്ചൊരു പ്രതികരണമല്ലാന്തേ. അതിങ്ങനെ ആലോചിച്ചിട്ട് എവിടെ എത്തിയെന്നറിയോ? എന്തിനാ പേരെ ആക്കണ്, കാരണം പിടിച്ചില്ല, ഞാൻ ഇവിടുന്ന് പോയില്ലേ. പിന്നെ ഓൾക്ക് ഇഷ്ടം പോലെ പറയാൻ അവസരം കിട്ടിയില്ലേ. ആർക്കാണ്? ഭർത്താവിന്റെ പെങ്ങൾക്കും ഉമ്മാക്കും അദ്ദേഹത്തോട് എമ്പാടിനെ കുറിച്ച് പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ എമ്പാടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അല്ലാതെ അദ്ദേഹം എന്നോട് ഇങ്ങനെ പെരുമാറില്ലാണ്. അപ്പോ ഉണ്ടാകും. ആരുടെ പേരിൽ? ഈ നിരപരാധികളായ ആളുകളുടെ പേരിൽ നമ്മൾ കുറ്റം ചാർത്തുകയാണ് ചെയ്തിട്ടുണ്ടാകും, ഓര് പറഞ്ഞിട്ടുണ്ടാകും. അല്ലാതെ അദ്ദേഹം എന്നോട് ഇങ്ങനെ പെരുമാറലാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? ഇവരൊന്നും ഒരു വാക്കും പറഞ്ഞിട്ടല്ല. അദ്ദേഹത്തിന് അന്നത്തെ പ്രശ്നം കച്ചവടത്തിൽ ദൈവമായ അദ്ദേഹം പ്രതീക്ഷിച്ച രൂപത്തില് ലാഭം കിട്ടിയില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത രൂപത്തില് നഷ്ടം പറ്റി. അപ്പോ ഏത് ഭാര്യയും മക്കളും അവിടെ വിഷയമില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഇതാണ്. പക്ഷെ നമ്മളെന്താ കണക്കൂട്ടി? ഓല് വല്ലതും പറഞ്ഞിട്ടുണ്ടാകും, ഐക്കാരം അല്ലെങ്കിൽ ഇങ്ങനെയാകൂല. ഇത്തരം ഊഹങ്ങള് സത്യവിശ്വാസികൾക്ക് വർജിക്കേണ്ടതാണ്. ഈ ജിത്തനിഭൂ ഒഴിവാക്കണം. കസീറമ്മിനവന്നെ അധിക ഊഹങ്ങളെയും ഒഴിവാക്കണം. അതോളായിരിക്കും, അത് ഓള് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ അറിയില്ല. ഓള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഓള് പറഞ്ഞിട്ടായിരിക്കും അതറിയാം, അല്ലെങ്കിൽ അതറിയില്ല. ഇങ്ങനെ ആയിരിക്കും ഇക്കാരം. ഇത്തരം ശൈലികള്, ഇത്തരം വർത്തമാനങ്ങൾ നമ്മൾക്ക് സത്യവിശ്വാസികൾക്ക് ഭൂഷണമല്ല, വർജിക്കേണ്ടതാണ്. പരസ്പരം ഗീബത്ത് പറയരുത്. ഇത് നമ്മൾ പണ്ട് മുതലേ, കുട്ടികളാകുമ്പോൾ മുതലേ കേൾക്കാറുള്ള കാര്യമാണ്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കാളികളുമാണ്. അതാണ് ഇതിന്റെ രസം. കേൾക്കലിന്റെ ഗീബത്തിന്റെ നിമിത്തം പറയാതെ നമ്മൾ അന്നേ കേൾക്കലുണ്ടല്ലോ. പക്ഷെ ഞാനും നിങ്ങളും അറിയാതെ അതിൽ പങ്കാളികളാണ് എന്ന് പറഞ്ഞാൽ ഗീബത്തിനെ കുറിച്ച് റസൂൽ പറഞ്ഞു, ആ തദറൂനമൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? ാണ് നിന്റെ സഹോദരനെ കുറിച്ച് ഓനിഷ്ടല്ലാത്ത ഇജ്ജ് പറയാന്നുള്ളതാണ് ഗീബത്ത്. അപ്പൊ സാബികൾ ചോദിച്ചു, വൈൻകാനൂലും, അതിന് ഞാൻ പറയുന്ന കുറ്റം അദ്ദേഹത്തിന് ഉള്ളതാണെങ്കിലോ? റസൂൽ പറഞ്ഞു, വൈൻകിഹിമാത്തൂലു, അദ്ദേഹത്തിന്റെ കുറ്റം ഉള്ളത് നീ പറയൽ തന്നെയാണ് ഗീബത്ത്. വൈലം തക്കുൻ ഫീഹിമാ തഖൂൽ, ഇനി അവനില്ലാത്ത കുറ്റാണോ ഈ പറയുന്നത് എങ്കിൽ ഫഖദ് ബഹത്തഹു, അവന്റെ പേരിൽ നീ കളവ് കെട്ടിപ്പറയലാണ്. അതിന് ഇതിന്റെ ഇരട്ടി ശിക്ഷയാണ്. അപ്പോ ഇത് ഞാൻ പറയാൻ കാരണം, സാധാരണ നിലക്കിപ്പോ നമ്മൾ എവിടെയെങ്കിലും രണ്ടാളുകൾ ഇങ്ങനെ കുറുകുറു ഇങ്ങനെ അറിയാം, അത് നല്ലതല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ എന്തിനാ അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ എന്താ മതറിയോ? അതിനെ ഞാൻ ഇല്ലാത്തൊന്നും പറയണില്ല, ഞാൻ ഉള്ളത് മാത്രമേ പറയണുള്ളൂ. അല്ലെങ്കിൽ ഇത് പോയി ചോദിച്ചാ ഇല്ലാന്ന്, ഉള്ളത് മാത്രം. ഞാൻ അങ്ങനെ നോണിയൊന്നും പറഞ്ഞ ഒരാളല്ല, ഞാൻ ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളെ വിശ്വാസം എന്താ അറിയോ? ഉള്ളതൊക്കെ പറയാന്നാ, ഉള്ള കുറ്റങ്ങളൊക്കെ പറയാൻ നമ്മളെ വിശ്വാസം. യഥാർത്ഥത്തിൽ റസൂൽ പഠിപ്പിച്ചത് ഉള്ളത് പേലാകുന്നു ഗീബത്ത്, ഉള്ളത് പറയൽ തന്നെയാണ് ഗീബത്ത്. ഈ ഗീബത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉദാഹരണം എന്ന് പറയുന്നത്, സഹോദരൻ മരിച്ചു കിടക്കുമ്പോ
അദ്ദേഹത്തിന്റെ ഇറച്ചി മാന്തി തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാണല്ലോ ചോദിക്കുന്നത്. അതിന് സമമാകുന്നു ഈ പണിയും. തക്കരിഹത്തുമൂഹു, അത് നിങ്ങൾ വെറുക്കണില്ലേ? സഹോദരന്റെ മാംസം തിന്നുക എന്നുള്ളത് നിങ്ങൾ വെറുക്കില്ലേ? അതുപോലെയാകുന്നു മറ്റൊരു സഹോദരന്റെ ഉള്ള കുറ്റം അയാൾക്ക് ഇഷ്ടമല്ലാത്തത്. അവൾക്കിഷ്ടമില്ലാത്തത് ഞാൻ പറയാന്നുള്ളതാണ് ഗൈബത്ത്. ഇത് അള്ളാഹു ഉദാഹരണം പറഞ്ഞത് സ്വന്തം സഹോദരന്റെ, മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ്. വല തജസ്സസു. അപ്പൊ ഗൈബത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഉള്ളത് പറയലാകുന്നു ഗൈബത്ത്, ഇല്ലാത്തത് പറയൽ അതിലും ഇരട്ടി ശിക്ഷയുള്ള കാര്യമാണ്. വല തജസ്സസു, ചാരപ്പണി നടത്തരുത്. ഇതിന് എന്നും ഫസ്റ്റ് കിട്ടല് നമുക്കാണല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഒരു സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മക്കം ഫത്ഹിന്റെ വേളയില് മക്ക വിജയിച്ചടക്കാൻ വേണ്ടി റസൂലുള്ളയും സഹാബികളും ചെല്ലുന്നുണ്ടെന്നുള്ള കാര്യം ഒരാളും മക്കയിൽ അറിയിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു സഹാബി എന്തോ ഒരു ദൗർബല്യ നിമിഷത്തില് അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ ആളുകളുടെ അടുത്തേക്ക് ഒരു വിവരം കൊടുത്തയച്ചു. അത് ഒരു സ്ത്രീയുടെ അടുത്താണ് ഏൽപ്പിച്ചത്. അങ്ങനെ ഈ ചാര പ്രവർത്തിക്ക് ഈ രഹസ്യം ചോർത്തി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാണ്. പക്ഷെ